ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് ഒരല്പം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഈ ഒരു മജ്‌ലിസ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഫിഖഹിന്റെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ് നാം പഠിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് യഥാവിധം ഇഖ്ലാസോടുകൂടി പഠിപ്പിക്കാനും പഠിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചത് അവർക്ക് ദീനിൽ ഫിഖ്ഹ് നൽകും, വിജ്ഞാനം നൽകും, അവഗാഹം നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ദീനിലുള്ള ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. അൽ ഫിഖ്ഹുൽ അക്ബർ വൽ ഫിഖ്ഹുൽ അസ്ഗർ. ചെറുതും വലുതുമായിട്ടുള്ള ഫിഖ്ഹ് ഉണ്ട്. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ അഖീദയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പഠിക്കുക, തൗഹീദ് പഠിക്കുക, ഇതാണ് ഫിഖ്ഹുൽ അക്ബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻഗാമികൾ ഇമാമിങ്ങൾ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞ അഖീദയുടെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചതായി കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഫിഖ്ഹ്. രണ്ടാമതായി ഉദ്ദേശിക്കപ്പെടുന്നത് ഫിഖ്ഹുൽ അസ്ഗർ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവന്റെ ശരീഅത്തിൽ എങ്ങനെയാണ് അവൻ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും സക്കാത്ത് കൊടുക്കാനും മുആമലാത്തുകൾ നടത്താനും ഇങ്ങനെ തുടങ്ങിയ അവന്റെ ശരീഅത്തിലുള്ള നിയമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിഖ്ഹ്, അതാണ് അൽ ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയുന്നത്. രണ്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളതാണ്. ഫിഖ്ഹുൽ അക്ബർ അതാണ് അവന്റെ ദീനിന്റെ അടിസ്ഥാനം. ഫിഖ്ഹുൽ അക്ബർ പഠിക്കാതെ തൗഹീദും ഈമാനും പഠിക്കാതെ ഒരാൾക്ക് ഈ ഫിഖ്ഹുൽ അസ്ഗർ പഠിക്കുന്നതിൽ യാതൊരു ഉപകാരവുമില്ല. ഒരാൾ നിസ്കാരത്തിന്റെ അഹ്കാമുകൾ പഠിക്കുന്നു, നിസ്കാരത്തിന്റെ ഷർത്തുകൾ പഠിക്കുന്നു, ഫർളുകൾ പഠിക്കുന്നു, പക്ഷെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന അടിസ്ഥാനം, ഈമാനിന്റെ അർക്കാനുകൾ, ഇസ്ലാമിന്റെ അർക്കാനുകൾ, ഇതൊന്നും ഒരു വ്യക്തി പഠിച്ചിട്ടില്ല എങ്കിൽ അവൻ ഫഖീഹല്ല, അവൻ ജാഹിലാണ്, അവൻ കൃത്യമായി ദീനിന്റെ അടിസ്ഥാനം പഠിച്ച് മനസ്സിലാക്കിയവനല്ല. അതുകൊണ്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഫിഖ്ഹുകളും ഒരുമിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. ഈ രണ്ട് ഫിഖ്ഹും ഒരുമിപ്പിക്കുന്ന ഒരുവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകിയവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, പറഞ്ഞു വന്നതുപോലെ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അപ്പോൾ ഖൈർ ഉദ്ദേശിച്ച ആളുകൾക്ക് ഈ രണ്ട് ഫിഖ്ഹിലും, ഫിഖ്ഹുൽ അക്ബറിലും ഫിഖ്ഹുൽ അസ്ഗറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിജ്ഞാനം നൽകും. അതുപോലെ തന്നെ ആ പഠിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ അമലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ഒരാൾ ഒരു കാര്യം പഠിക്കുകയും അവന്റെ ജീവിതത്തിൽ അതിന് യാതൊരു സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ ആ ഇൽമ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ദിനേന രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ ഇൽമ നൽകണം. ഉപകാരപ്രദമായ ഇൽമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അമലാക്കാൻ സാധിക്കണം. അമലാക്കാൻ സാധിക്കാത്ത
ഇൽമുകൾ, അതിൻ്റെ ഒരു ഡാറ്റാബേസ് കളക്ഷൻ, അതല്ല ഇൽമെന്ന് പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക, എന്നിട്ട് തലയിൽ സ്റ്റോർ ചെയ്യുക, നമ്മുടെ ജീവിതം മറ്റൊരു രീതിയിൽ സഞ്ചരിക്കുക, ഇത് യാതൊരു തരത്തിൽ ഉപകാരമില്ലാത്ത ഇൽമാണ്, അല്ല ഉപദ്രവകരമായ ഇൽമാണ്. അഥവാ അതുകൊണ്ട് നമുക്ക് അമലിന് തൗഫീക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇത് നമുക്കെതിരെയുള്ള ഹുജ്ജത്തായി മാറും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസ് അവൻ ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന മജ്ലിസാക്കി മാറ്റുമാറാകട്ടെ. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എതിരെയുള്ള ഹുജ്ജത്താകാതെ നമുക്ക് അനുകൂലമാകുന്ന, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മജ്ലിസാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കിതാബും അതിൻ്റെ മുഅല്ലിഫ്, രചയിതാവും, ഇത് രണ്ടും നമുക്കൊരല്പ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു കിതാബ് പഠിക്കുന്നതിന് മുമ്പും പണ്ഡിതന്മാർ അവലംബിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ആ കിതാബ് രചിച്ചിട്ടുള്ള ഗ്രന്ഥകാരനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കിതാബ്, അതിനെന്തൊക്കെയാണ് പ്രത്യേകതകൾ, അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കിതാബ് പഠിക്കുന്നതിന് മുമ്പ് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ദീന് പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കത് വലിയ ഉപകാരമുണ്ടാകും. ഉലമാക്കളായ ആളുകൾ അവർ ദീന് പഠിച്ച രീതിയും അവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട അവരുടെ അധ്വാനവും ഇത് ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇത്രയെല്ലാം കഷ്ടപ്പാടുകളും സഹനങ്ങളുമെല്ലാം സഹിച്ചിട്ടാണ് ഉലമാക്കൾ അവർ ഉലമാക്കളായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഖുദാമ, നമ്മൾ പഠിക്കുന്ന അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ, അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഹിജ്റ 541-ലാണ്. ഹിജ്റ 541-ലാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 600-ലാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ ഇത് ഏത് കാലത്താണ് എന്നൊരു പിക്ചർ നമുക്കുണ്ടാകണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴാണ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴാണ്, ആ ഒരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തന്ന ഉലമാക്കളാണ് അവർ. അവരെക്കുറിച്ച് പഠിക്കുക, അവരുടെ താരീഖ് മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ ഹക്കിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർ നമുക്ക് ഈ ചെയ്തു തന്നിട്ടുള്ള ഈ ഖിദ്മത്തുകൾക്ക് അതിന് പകരമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇതെല്ലാം അവരോടുള്ള, ഉലമാക്കളോടുള്ള ഹക്കിൽപ്പെട്ട കാര്യമാണ്. അവരുടെ ഇൽമ പ്രചരിപ്പിക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക, ഇതൊക്കെ അവരോടുള്ള ഹക്കിൽപ്പെട്ട കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പേര് അൽ ഇമാം അൽ ഹാഫിൾ തഖിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഗനി ഇബ്നു അബ്ദുൽ വാഹിദ് ഇബ്നു അലി ഇബ്നു സുറൂർ ഇബ്നു റാഫിഅ ഇബ്നു ഹസൻ ഇബ്നു ജഅഫർ അൽ മഖ്ദിസി അൽ ജമ്മാഇലി അൽ ദിമഷ്കി അൽ മൻഷ അസ്സാലിഹി അൽ ഹംബലി. ഇത്രയും കാര്യമാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇമാമത്ത് അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ ഇമാമാണ്. അൽ ഇമാം എന്നാണ് അദ്ദേഹത്തെ പണ്ഡിതന്മാർ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ശേഷമുള്ള ആളുകൾക്കുമുള്ള ഒരു ഇമാമായിരുന്നു അദ്ദേഹം. അൽ ഹാഫിൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ൾ ഉണ്ടായിരുന്ന ഒരു മുഹദ്ദിസാണ്. അല്ല, അദ്ദേഹം ഒരു ഫഖീഹും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം ഫിഖ്ഹും ഹദീസും ഒരുപോലെ ഒരുമിപ്പിച്ച അപൂർവം ചില പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥം, ഈ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം ഫിഖ്ഹുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പേര് തഖിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഗനി. അബ്ദുൽ ഗനി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ വാഹിദ് എന്നുള്ളവരാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയിലേക്കൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെയുള്ള ചില പണ്ഡിതന്മാർ അവരുടെ പേര് അൽ മഖ്ദിസി എന്ന് കാണാം. എന്താണ് അൽ മഖ്ദിസി? അദ്ദേഹത്തിന്റെ നാടാണ്, ജനിച്ച നാടാണ് ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്താണ് അവർ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അൽ മഖ്ദിസി എന്ന് പറയുന്നത്. മഖ്ദിസിൽ ജനിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. ഒരുപാട് ഉലമാക്കൾ ഈ ഒരു സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട്. അൽ ജമ്മാഇലി എന്നതിന്റെ കൂടെ കാണാം. ജമ്മാഇൽ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്തുള്ള നാബുൽസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ് ജമ്മാഇൽ എന്ന് പറയുന്ന സ്ഥലം. ഇവർ ജനിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഇദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയും അതിന്റെ ഉപ്പമാരൊക്കെ ജനിച്ചിട്ടുള്ളത് ഇവിടെയാണ്. അവിടെ ദമസ്കസിൽ, ഫലസ്തീനിൽ ആദ്യകാലഘട്ടത്തിൽ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ്
ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അബുൽ ഫറജ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ നിന്നും ഹംബലി മദ്ഹബ് പഠിക്കുകയും പിന്നീട് ഹംബലി മദ്ഹബ് ദമസ്കസ് ഭാഗത്ത്, സിറിയ ഭാഗത്ത് പ്രചരിക്കുകയും ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പമാരുടെ ഒരാളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പേരമക്കളിൽപ്പെട്ട മുഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അദ്ദേഹം പലപ്പോഴും പറയുന്നതായി കാണാൻ സാധിക്കും, അബുൽ ബറക്കാത്ത് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ദുആയുടെ ഫലമായിട്ടാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ആയിത്തീർന്നത്. അഥവാ ഈ പറയുന്ന ബൈത്തുൽ മഖ്ദിസിന്റെ സ്ഥലത്ത് അടുത്ത് ജമാഅയിൽ ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഫ്രാൻസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വാലിമായിട്ടുള്ള, അക്രമിയായിട്ടുള്ള ഭരണാധികാരി ഉണ്ടാകുകയും ഇവിടെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ, ഉലമാക്കൾ ഇങ്ങനെ ധാരാളമായി വളരുന്നു എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, നാബുൽസിലുള്ള ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ടാക്സ് വർദ്ധിപ്പിച്ചു. 4 ഇരട്ടിയോളം ടാക്സ് വർദ്ധിപ്പിക്കുകയും അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലാതാകുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പമാരിൽപ്പെട്ട ആളുകൾ അവർ അവിടുന്ന് മാറുകയും പിന്നീട് ദമസ്കസിന്റെ ഭാഗത്തേക്ക് മാറുകയും ചെയ്തു. ആ ദമസ്കസിന്റെ ഭാഗത്ത് അസ്സാലിഹിയ എന്ന് പറഞ്ഞൊരു സ്ഥലം പിന്നീടുണ്ടായി. യഥാർത്ഥത്തിൽ ആ സ്ഥലം, സാലിഹിയ എന്ന് പറയുന്ന സ്ഥലം, അത് ദമസ്കസിലെ ഖാസിയൂൻ പർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള ഒരു സ്ഥലമാണ്. ഖാസിയൂൻ പർവ്വതം അത് സ്ഥിതി ചെയ്യുന്നതിന്റെ താഴെയുള്ള സ്ഥലമാണ് ഈ പറയുന്ന അസ്സാലിഹിയ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് ഇവരെ പോലെയുള്ള ഒരുപാട് സാലിഹ്യങ്ങളായ ആളുകൾ അവിടെ ഉണ്ടാകുകയും അങ്ങനെ ഇൽമിന്റെ വലിയൊരു മജ്ലിസ് നാട് മാറിത്തീരുകയും ചെയ്തപ്പോഴാണ്. അഥവാ ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പമാർ അവർ അവിടെ വരികയും അതുപോലെ തന്നെ ഇൽമു പ്രചരിപ്പിക്കുകയും ഖുതുബകളിലും ദർസുകളിലും അങ്ങനെ ആ നാട് മുഴുവനും ഇൽമു പഠിക്കുന്ന വലിയ ഉലമാക്കൾ, ഒരുപാട് ഉലമാക്കളുള്ള ഒരു നാടായി മാറി, സാലിഹ്യങ്ങളായ ആളുകൾ മാറി. അസ്സാലിഹിയ എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ ചരിത്രം കാണാൻ സാധിക്കും. തുല്ലാബുൽ ഇൽമ് ഉണ്ടാക്കിയെടുത്ത ഒരു നാട് എന്നാണ് അസ്സാലിഹിയ എന്ന് പറയുന്ന ഈ നാടിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നുണ്ട്, ലോക ചരിത്രത്തിൽ തുല്ലാബുൽ ഇൽമ്, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു സ്ഥലവുമില്ല അസ്സാലിഹിയ എന്ന് പറയുന്ന ഈ സ്ഥലമല്ലാതെ. അമീറുമാരുണ്ടാക്കിയ, സുൽത്താൻമാരുണ്ടാക്കിയ, അതുപോലെ പലതരത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഒരുപാട് നാടുകളുണ്ട്. എന്നാൽ തുല്ലാബുൽ ഇൽമ്, ഇൽമു പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു നാടാക്കിയ മറ്റൊരു നാടുമില്ല. അതുകൊണ്ട് അസ്സാലിഹി എന്ന് ഈ ഉലമാക്കളുടെ എല്ലാം പേരിൽ ചേർക്കുന്നത് അസ്സാലിഹി എന്നതുകൊണ്ടാണ്. ആ നാട് അസ്സാലിഹിയ എന്ന പേര് കാരണത്താൽ. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പ, അദ്ദേഹം അഹ്മദ് ബിൻ ഖുദാമ അൽ മഖ്ദിസി, ഇദ്ദേഹത്തിന് ഈ ഒരു പേര് സ്വീകരിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിനയം കാരണത്താൽ ഇദ്ദേഹം അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ ഈ പേര് സാലിഹിയ എന്ന് പറയുന്ന പേര് അത് സ്വീകരിച്ചാൽ എൻ്റെ പേരമക്കൾക്ക് അതൊരു ഫിത്നയായി മാറും, തങ്ങൾ സാലിഹ്യങ്ങളാണ് എന്ന ഒരു തോന്നലുണ്ടാകും, ഒരു ഫിത്നയായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന്റെ കാരണം നമുക്ക് ഇങ്ങനെയാക്കാം. കാരണം ഇവർ നേരത്തെ ഉണ്ടായിരുന്ന ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്ത് ജാമിഉ അബി സാലിഹ് എന്ന് പറയുന്ന മസ്ജിദിലായിരുന്നു. അതുകൊണ്ട് ആ മസ്ജിദിൽ നിന്നും ഹിജറ വന്ന ആളുകളായതിനാൽ അങ്ങനെ നമുക്ക് ഈ പേര് സ്വീകരിച്ചു എന്ന് പറയാം, അതല്ലാതെ നമ്മൾ സാലിഹ്യങ്ങളായതുകൊണ്ട് ഈ പേര് സ്വീകരിച്ചു എന്ന് പറയേണ്ടതില്ല എന്ന വിനയത്താൽ അദ്ദേഹം പറഞ്ഞതായൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഹിജറ 541 അഥവാ ഇബ്നു തൈമിയുടെ ഒക്കെ മുമ്പിലാണ്. ഇബ്നു തൈമിയുടെ ഒക്കെ, ഇബ്നുൽ ഖയ്യിമിന്റെ ഒക്കെ മുൻകാലകാരനായ ഒരാളാണ്. ഇമാം നവവി റഹിമഹുല്ലാ പോലെയുള്ള ആളുകളുടെ എല്ലാം മുമ്പിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹിജറ 541 ചില പണ്ഡിതന്മാർ ചരിത്രത്തിൽ 543 44 ഒക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അധിക പണ്ഡിതന്മാരും ഹിജറ 541 ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവർ ഈ ജബൽ കാസിയോൻ പർവ്വതത്തിന്റെ അടുക്കൽ പോകുകയും അവിടെ വലിയൊരു വീടുണ്ടാക്കുകയും ചെയ്തു. ഒരുപാട് മുറികളുള്ള വലിയൊരു വീട് അവർ ഉണ്ടാക്കി. ആ വീട്ടിന് പിന്നീട് അറിയപ്പെട്ടിരുന്നത് ദാറുൽ ഹനാബില എന്നാണ്. കാരണം ഇവരെല്ലാവരും ഹംബലി മദ്ഹബിന്റെ ആ ഒരു രീതിയിൽ പഠിക്കുന്ന ആളുകളായിരുന്നു. ഫിഖ്ഹ് ഹംബലി മദ്ഹബിൽ നിന്നാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു വീട്ട് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ദാറുൽ ഹനാബില എന്നാണ്. അങ്ങനെ ആദ്യമായി ഈ ജബൽ കാസിയോൻ പർവ്വതത്തിന്റെ താഴെ ഒന്നാമത്തെ ഒരു മദ്രസ അവരുണ്ടാക്കി. അൽ മദ്രസത്തുൽ ഉമരിയ എന്ന ഒരു മദ്രസ ഇവർ നിർമ്മിക്കുകയുണ്ടായി. അതാണ് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ മദ്രസ. പിന്നീട് അവിടെ ധാരാളം മദ്രസകളും ഹിഫ്ലിന്റെ സ്ഥാപനങ്ങളും അങ്ങനെ ഒരു വലിയൊരു സിറ്റിയായി പിൽക്കാലത്ത് അത് മാറുകയുണ്ടായി. ഇവരുടെ കുടുംബം മുഴുവനും ഒരുപാട് ഉലമാക്കളുള്ള ആളുകളാണ്. ഇവരുടെ പേരമക്കളിലും അവിടെ സ്ത്രീകളായും പുരുഷന്മാരുമായി ധാരാളം പണ്ഡിതന്മാർ ഇവരുടെ കുടുംബത്തിലുണ്ട്. ഇദ്ദേഹത്തിന്റെ
കുടുംബക്കാരനായ വളരെ പ്രസിദ്ധനായ ഒരാളാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇബ്നു ഖുദാമ എന്ന പേരിൽ അറിയപ്പെട്ട മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ. അദ്ദേഹം ഹിജറ 620 മരിച്ച ആളാണ്. ഇദ്ദേഹത്തിന്റെ സമകാലക്കാരനാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ഇൽമിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. ഇബ്നു ഖുദാമ കൂടുതൽ ഫിഖഹിൽ കേന്ദ്രീകരിച്ചപ്പോൾ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഇദ്ദേഹം കൂടുതൽ ഹദീസിലേക്കാണ് ശ്രദ്ധിച്ചത്. ധാരാളം സ്ഥലങ്ങളിലേക്ക് ഇവർ ഒരുമിച്ച് ത്വലബുൽ ഇൽമിന് വേണ്ടി പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഉംദത്തുൽ ഫിഖ് എന്നറിയപ്പെടുന്ന ഹംബലി ഫിഖഹിൽ തുടക്കത്തിൽ പഠിക്കുന്ന ഒരു ഗ്രന്ഥം. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഉംദത്തുൽ അഹ്കാം. ഇത് രണ്ടും വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഒന്ന് ഫിഖഹിന്റെ രീതിയിലാണ്, ഫുഖഹാക്കൾ എഴുതുന്ന രീതിയിലാണ്. മറ്റൊന്ന് മുഹദ്ദിസീങ്ങൾ എഴുതുന്ന രീതിയിലാണ് രണ്ടും ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം വളരെ നേരത്തെ തന്നെ ത്വലബുൽ ഇൽമിന് വേണ്ടി അദ്ദേഹം യാത്ര തിരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ, അഥവാ ഇബ്നു ഖുദാമ അൽ മഖ്ദിസിയുടെ ഉപ്പ അബൂ ഉമർ, അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ധാരാളം ഇൽമ് ഇവർ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഉപ്പയുടെ ഉപ്പയും എല്ലാം ഉലമാക്കളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ധാരാളം പഠിക്കുകയും പിന്നീട് ദമസ്കസിൽ ഉണ്ടായിരുന്ന മറ്റു പല പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും ഇൽമും ഫിഖ്ഹും ഹദീസുകളും എല്ലാം തന്നെ അവർ പഠിക്കുകയുണ്ടായി. പിന്നീട് ഹാഫിൾ ഇബ്നു ഖുദാമ അബ്ദുൽ ഗനി അൽ മഖ്ദസി റഹിമഹുല്ലാ അദ്ദേഹം ധാരാളം മറ്റു നാടുകളിലേക്ക് യാത്ര ആരംഭിച്ചു. അദ്ദേഹം ഹിജറ 561 ഏകദേശം അദ്ദേഹത്തിന് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ബാഗ്ദാദിലേക്ക് യാത്ര പോയി. ബാഗ്ദാദിലേക്ക് പോകുകയും അദ്ദേഹത്തിനോടൊപ്പം അന്ന് ഇബ്നു ഖുദാമ അൽ മഖ്ദസി തന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനായ അഥവാ മുവഫഖുദ്ദീൻ റഹിമഹുല്ലാ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ബാഗ്ദാദിലേക്ക് പോകുകയും അവിടുന്ന് ധാരാളം പണ്ഡിതന്മാരെ കണ്ടുമുട്ടുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ. എന്നാൽ ഇവർക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം കഴിയാൻ സാധിച്ചത്. 40-50 എന്നൊക്കെ കാണാൻ സാധിക്കും. അത്രയും കുറഞ്ഞ ദിവസം അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇവർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പ്രസിദ്ധനായ മുഹദ്ദിസായ ഇബ്നുൽ ബത്തി റഹിമഹുല്ലാ ഹിജറ 564 മരിച്ചതാണ്. അന്നത്തെ അറിയപ്പെട്ട മുഹദ്ദിസാണ് ഇബ്നുൽ ബത്തി റഹിമഹുല്ലാ. അതുപോലെ തന്നെ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം 597 മരണപ്പെട്ട ആളാണ്. അഥവാ അബ്ദുൽ ഗനി അൽ മഖ്ദിസി മരിക്കുന്നതിന് 3 വർഷം മുമ്പ്. ഇവരിൽ നിന്നെല്ലാം ധാരാളം ദമസ്കസിൽ നിന്നും ഇവർക്ക് പഠിക്കാൻ സാധിച്ചു, ബഗ്ദാദിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. പിന്നീട് ഇവർ മിസ്റിലേക്ക് യാത്രയായി, അലക്സാൻഡ്രിയ. തുമ്മറഹല ഇല അൽ ഇസ്കൻദറിയ അഥവാ ഇന്നത്തെ അലക്സാൻഡ്രിയ എന്നറിയപ്പെടുന്ന മിസ്റിലുള്ള സ്ഥലത്ത് അവിടെ നിന്നും ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ പഠിക്കുകയും ശേഷം വീണ്ടും അവർ ദമസ്കസിലേക്ക് എത്തുകയും പിന്നീട് വീണ്ടും അവർ അലക്സാൻഡ്രിയയിലേക്ക് പോകുകയും അവിടുന്ന് അബു താഹിർ അസ്സിലഫി റഹിമഹുല്ലാ എന്ന മഹാനായ മുഹദ്ദിസ് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും ധാരാളം പഠിക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹത്തിൽ നിന്നും അബ്ദുൽ ഗനി അൽ മഖ്ദിസി 1000-ഓളം കിതാബുകൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം അവിടെ കുറഞ്ഞ 3-4 വർഷങ്ങൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനിടയിൽ 1000-ഓളം കിതാബുകൾ അദ്ദേഹത്തിൽ നിന്നും പഠിച്ച് എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം ഉലമാക്കളെടുക്ക് ഇറാനിലേക്ക്, അസ്ബഹാനിലേക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് അദ്ദേഹം പഠിക്കുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. ഒരുപാട് യാത്രകൾ അദ്ദേഹം ത്വലബുൽ ഇൽമിന് വേണ്ടി ചെലവഴിച്ചതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ധാരാളം വിദ്യാർത്ഥികളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തുല്ലാബുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ 2 മക്കളാണ്, അബുൽ ഫത്തഹ് അതുപോലെ തന്നെ അബു മൂസ റഹിമഹുമുള്ള. രണ്ടുപേരും വലിയ പണ്ഡിതന്മാരാണ്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തുല്ലാബുകളിൽപ്പെട്ട വിദ്യാർത്ഥികളിൽപ്പെട്ട 2 പേരാണ്. പിന്നീട് പ്രശസ്തനായ അറിയപ്പെട്ട അൽ ഹാഫിൾ അൽ-ദിയാ അൽ മഖ്ദിസി റഹിമഹുല്ല ധാരാളം കിതാബുകൾ, ഹദീസുകളിൽ ധാരാളം കിതാബുകൾ രചിച്ചിട്ടുള്ള അൽ-ദിയാ അൽ മഖ്ദിസി റഹിമഹുല്ല അത് ഇദ്ദേഹത്തിന്റെ തുല്ലാബുകളിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഉലമാക്കൾ ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായി പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഇൽമിനെ കുറിച്ച് വളരെ അറിയപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന്റെ ഹിഫ്ളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിലുണ്ടാകുന്ന ആഴത്തിലുള്ള വിജ്ഞാനവുമെല്ലാം അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ലിയ അൽ മഖ്ദിസി ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ ലിയ അൽ മഖ്ദിസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ല അദ്ദേഹത്തോട് ഏതൊരു ഹദീസിനെ കുറിച്ച് ചോദിച്ചാലും ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുപോലെ ആളുകൾ ദമസ്കസ് മസ്ജിദിൽ നിന്നും അദ്ദേഹം പറയുകയാണ്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരികയും അങ്ങനെ ഹദീസ് കിതാബിൽ നോക്കാതെ പറയണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം അതിന്റെ സനദ് ഉൾപ്പെടെ അവിടെ മിമ്പറിൽ വെച്ച് പറയുന്നത് ഞാൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അതിൽ സനദിൽപ്പെട്ട ഓരോ റാവിമാരുടെ അവരുടെ കുടുംബ പേരും
അവരുടെ കൃത്യമായി അവരുടെ പരമ്പരയുമെല്ലാം കൃത്യമായി ഹിഫ്ള് ചെയ്ത് അദ്ദേഹം പറയുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ അദ്ദേഹം ഹിഫ്ളാക്കിയതായി കാണാൻ സാധിക്കും. അങ്ങനെ ഇൽമിലും അതുപോലെ തന്നെ അമലിലും അദ്ദേഹം വളരെയധികം മുൻപന്തിയിലായിരുന്നു. മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, എന്റെ സഹോദരൻ അബ്ദുൽ ഗനി അൽ മഖ്ദിസി, ഞാൻ ഏതൊരു ഖൈറിലേക്ക് മുന്നേറിയാലും എന്നേക്കാൾ ഒരല്പം അദ്ദേഹം മുമ്പിൽ തന്നെയായിരിക്കും. അദ്ദേഹം സ്വതക്ക ചെയ്യുന്ന വിഷയത്തിലും അതുപോലെ ആളുകളോട് വിനയം കാണിക്കുന്ന വിഷയത്തിലുമെല്ലാം വളരെ അറിയപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഇക്റാമും ആളുകൾക്ക് അദ്ദേഹം ധാരാളമായി സ്വതക്ക ചെയ്തതും ഒക്കെ അറിയപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ്. ഇദ്ദേഹം ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കിതാബാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്നത്. ധാരാളക്കണക്കിന് വോള്യങ്ങളുള്ള 40ഉം 50ഉം ഒക്കെ വോള്യങ്ങളുള്ള ഒരുപാട് കിതാബുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ ചില കിതാബുകൾ ഇന്നും അത് പ്രിന്റ് ചെയ്തിട്ടില്ല, അത്രയും എഴുത്ത് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് കിതാബുകൾ ഹദീസിന്റെ വിഷയത്തിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെ കുത്തുബ് സിത്തയിലും എല്ലാം ഹദീസുകൾ അതിന്റെ സനദ് ഉൾപ്പെടെ അതിന്റെ തഖ്രീജ് ചെയ്തുകൊണ്ട് കൃത്യമായി ധാരാളം ഹദീസുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകൾ ഇദ്ദേഹം എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം വഫാത്താകുന്നത് നമ്മൾ പറഞ്ഞു ഹിജ്റ 600-ലാണ്. ഏകദേശം 59 വയസ്സാണ്. ഹിജ്റ 541 ജനിച്ച് ഹിജ്റ 600-ലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ അബൂ മൂസ റഹിമഹുല്ലാ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അവസാന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ ശക്തമായ രോഗം വരികയും അങ്ങനെ സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മകൻ ഒരിക്കൽ ചോദിച്ചു, മാ തശ്തഹി, ഉപ്പ താങ്കൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് താങ്കൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അശ്തഹി അൽ ജന്ന, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. അശ്തഹി റഹ്മത്ത് അല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് അതല്ലാതെ മറ്റൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുക. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മരണ ദിവസത്തിന്റെ ആ ഒരു സംഭവം പറയുകയാണ്. ഒരു ദിവസം അഥവാ ഒരു ഹുസ്നുൽ ഖാത്തിമയായിരുന്നു, വളരെ നല്ലൊരു അന്ത്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് കാണാം. ഒരു ദിവസം സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുകയും അങ്ങനെ മകനോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഖും ഫസല്ലി ബിനാ വഖഫിഫ്, നീ നമുക്ക് വേണ്ടി ജമാഅത്തായി നമുക്ക് നിസ്കരിക്കാം, നീ ചുരുക്കി നിസ്കരിക്കണം. അദ്ദേഹത്തിന് അധികം ഇരിക്കാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ ജമാഅത്തായിട്ട് അദ്ദേഹം ഇരുന്നു കൊണ്ട് ആ സുബഹി നിസ്കരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എനിക്കെന്തെങ്കിലും നമ്മളുമായി എന്തെങ്കിലും വസിയത്ത് നൽകാനുണ്ടോ, നമുക്കെന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും നസീഹത്തായി നൽകാനുണ്ടോ എന്ന് ധാരാളം ചോദിക്കുകയുണ്ടായി. അങ്ങനെ മകൻ കുറച്ച് മരുന്നെടുത്തുകൊണ്ട് ഉപ്പാക്ക് കൊടുത്തു. അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാക്ക് കൊടുക്കുകയുണ്ടായി. ഉപ്പായോട് പറഞ്ഞു, കുടിക്കണം, ഈ മരുന്ന് കുടിക്കണം, ഇത് രോഗം മാറാനുള്ളതാണെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞു, യാ ബനി മാ ബഖിയ ഇല്ലൽ മൗത്ത്, മകനെ എനിക്ക് മരണമല്ലാതെ മറ്റൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, ഫഖുൽതു മാ തശ്തഹി ഷൈഅ, അപ്പൊ താങ്കൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലേ, ഒന്നും ആവശ്യമില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അശ്തഹി അന്നദ്റ ഇലാ വജ്ഹില്ലാഹി തആല, അള്ളാഹുവിനെ കാണുക എന്നത് മാത്രമാണ് എനിക്ക് താല്പര്യമുള്ളൂ, മരണം ഉറപ്പാണ്, ഇനി ഈ ഗുളികയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ മകൻ വീണ്ടും ചോദിച്ചു, എന്നെ തൊട്ട് താങ്കൾ തൃപ്തനാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, നിന്നെ തൊട്ടും നിന്റെ സഹോദരങ്ങളെ തൊട്ടും എല്ലാം ഞാൻ തൃപ്തനാണ് എന്ന് ചോദിച്ചു. താങ്കൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് ആരുമായൊരു ബാധ്യതയില്ല, എനിക്ക് ഒരാളും ഇങ്ങോട്ടും ബാധ്യതയില്ല എന്നെല്ലാം വളരെ കൃത്യമായി പറയുകയും അങ്ങനെ ഒരുപാട് ആളുകൾ ആ സമയത്ത് വരികയും അദ്ദേഹത്തെ കാണുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്ന് മകൻ രേഖപ്പെടുത്തുകയാണ്. ഹിജ്റ 600-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഇൽമിയായ കിതാബുകൾ ധാരാളക്കണക്കിനുണ്ട്. ആ കിതാബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരു ചെറിയൊരു കിതാബ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഈ കിതാബിൽ ഏകദേശം 448ഓളം ഹദീസുകളാണുള്ളത്. ഇനി കിതാബുമായി ബന്ധപ്പെട്ട ഉംദത്തുൽ അഹ്കാമുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കിതാബ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബ് അതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ ഹദീസിന്റെ ഈ കിതാബ് പണ്ഡിതന്മാർ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണമായി ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അന്ന ഹാദൽ കിതാബ് ഇസ്തമല അലാ അദദിൻ കബീരിൻ മിൻ അഹാദീസുൽ അഹ്കാം, അഹാദീസുൽ അഹ്കാം ഉൾക്കൊണ്ടിട്ടുള്ള കിതാബാണ്. എന്താണ് അഹാദീസുൽ അഹ്കാം എന്ന് പറയുന്നത്? ഫിഖഹിയായ കർമ്മശാസ്ത്രപരമായി അതിന് നമുക്ക് സഹായകമാകുന്ന ഹദീസുകളാണ്. തഹാറത്തിന്റെ, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ, ഇങ്ങനെയുള്ള ഹദീസുകൾ അത് തർത്തീബായി ഓരോ അധ്യായം വേർതിരിച്ചു കൊണ്ട് രചിക്കപ്പെട്ട കിതാബുകളിൽപ്പെട്ട ഒരു കിതാബാണ് ഉംദത്തുൽ അഹ്കാം. ഇങ്ങനെ ധാരാളം കിതാബുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശേഷം
അങ്ങനെ ധാരാളം കിതാബുകൾ മറ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കിതാബാണ്, വളരെ ചെറിയ ഒരു കിതാബുമാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത് ഈ കിതാബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കിതാബിലെ മുഴുവൻ ഹദീസുകളും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളാണ്. ഈ 448 ഹദീസുകളും ഇത് മാ റവാഹുൽ ബുഖാരി വ മുസ്ലിം. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന ചിന്തയില്ല എന്നതിന്റെ ഒരു ബേജാറ് വേണ്ട. ഇത് മുഴുവനും ബുഖാരിയും മുസ്ലിമും സഹീഹായി വിധിച്ചിട്ടുള്ള ഹദീസുകളാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരിയും മുസ്ലിമും എല്ലാം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസുകളാണ് ഇതിലുള്ളത്. അതുപോലെ ഈ കിതാബ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ മുസന്നിഫ് തന്നെയാണ്, ഇദ്ദേഹത്തിന്റെ ഇൽമിയായിട്ടുള്ള ഉന്നതമായ സ്ഥാനം. ഏതൊരു കിതാബും തിരഞ്ഞെടുക്കുമ്പോൾ ആ കിതാബ് രചിച്ച ആളാരാണ് എന്ന് നോക്കും. അത് അത്രയും വലിയ സ്ഥാനമുള്ള ആളാണെങ്കിൽ ആ കിതാബിന് വലിയ മുൻഗണന ലഭിക്കും. ഇദ്ദേഹത്തിന്റെ ഇൽമും ഇദ്ദേഹത്തിന്റെ ഫദ്ലും അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ കിതാബ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമായി അത് പറഞ്ഞതായി കാണാൻ സാധിക്കും. നാലാമതായി ഈ കിതാബ് തിരഞ്ഞെടുക്കാൻ ഇതിന്റെ ഫദ്ലായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അന്ന ഹാദൽ കിതാബ് വഹാദ അംറുൻ യഅലമു ബിമുതാലഅതി തറാജുമി അഹ്ലിൽ ഇൽം. പണ്ഡിതന്മാരുടെ തർജ്ജിമകളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ, അതായത് ഇദ്ദേഹത്തിന് ഹിജ്റ 600 മരിച്ചതാണ്, പിന്നീട് ഇങ്ങോട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കിതാബ് യുഅദ്ദു മിൻ അവാഇലിൽ കുതുബില്ലതി ഇഅ്തനൽ ഉലമാഉ ഹിഫ്ളുഹാ ഫി അവ്വലി മറാഹിലി ത്വലബിൽ ഇൽം ബഅദൽ ഖുർആനിൽ കരീം. ഖുർആൻ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാൻ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാരും തിരഞ്ഞെടുത്തിട്ടുള്ള കിതാബ് ഉംദത്തുൽ അഹ്കാമാണ്. ഒരാൾ ഖുർആൻ ഹിഫ്ളാക്കിയാൽ പിന്നീട് അവർ ഹിഫ്ളാക്കുക ഈ ഉംദത്തുൽ അഹ്കാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ഏതൊരു പണ്ഡിതന്മാരും അവരൊക്കെ പഠിച്ചാൽ അവർ ഖുർആൻ ഹിഫ്ളാക്കി പിന്നീട് ഇന്ന പണ്ഡിതനിൽ നിന്നും ഉംദത്തുൽ അഹ്കാം ഹിഫ്ളാക്കി എന്ന് കാണാൻ സാധിക്കും. അത്രയും അധികം പ്രാധാന്യം ഇതിനുണ്ട്. കാരണം ഇത് ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. അതുപോലെ തന്നെ കിതാബിന്റെ ഒരു പ്രത്യേകതയാണ് ധാരാളക്കണക്കിന് ഷറഹുകൾ ഈ കിതാബിനുണ്ട്. ഈ ഒരൊറ്റ കിതാബിൽ 40-ലധികം ഷറഹുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ കാലശേഷം തുടങ്ങി ഇന്ന് ആധുനികരായ പണ്ഡിതന്മാർ വരെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 40-ലധികം ഷർഹുകൾ ഈ ഒരു കിതാബിനുണ്ട്. അത് അതിന്റെ ഫദ്ലാണ് അറിയിക്കുന്നത്. ഒരു കിതാബിന് ധാരാളം ഫദ്ലുകൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഷർഹുകൾ അതിനുണ്ടാകും. കാരണം അത് വിശദീകരിച്ചാലും അത് തീരുകയില്ല. അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള കിതാബാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫദ്ലിൽപ്പെട്ട കാര്യമാണ് ഈ ഒരു കിതാബ് ഒരു വ്യക്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇൽമിയായ ദറജ അത് നല്ല രീതിയിൽ വർദ്ധിക്കും. കാരണം അവന്റെ ഇബാദത്തുകളെ മുഴുവനെ കുറിച്ചൊരു ധാരണ അവനുണ്ടാകും. നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും അവന്റെ കച്ചവട ഇടപാടിനെ കുറിച്ചും ഇതെല്ലാം ഒരു ഇൽമിയായിട്ടുള്ള ഒരു വലിയ മാറ്റം ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അത്രയെല്ലാം പ്രത്യേകതകൾ പണ്ഡിതന്മാർ ഈ കിതാബ് തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നിടത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് ഈ കിതാബിന്റെ ആമുഖം ഇന്ന് നമുക്ക് വായിക്കാം. ഇദ്ദേഹം ഹദീസുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ആമുഖം നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. قال الحافظ تقي الدين أبو محمد عبد الغني بن عبد الواحد ابن علي بن سرور المقدسي رحمه الله. അദ്ദേഹം പറയുന്നു, الحمد لله المالك الجبار الواحد القهار وأشهد أن لا إله إلا الله وحده لا شريك له رب السماوات والأرض وما بينهما العزيز الغفار وصلى الله على نبينا المصطفى المختار وعلى آله وصحبه الأطهار. أما بعد فإن بعض إخواني سألني اختصار جملة في أحاديث الأحكام مما اتفق عليه الإمامان أبو عبد الله محمد بن إسماعيل بن إبراهيم البخاري وأبو الحسين مسلم بن الحجاج القشيري النيسابوري، فأجبته إلى سؤاله رجاء المنفعة به، وأسأل الله أن ينفعنا به ومن كتبه أو سمعه أو حفظه أو نظر فيه، وأن يجعل خالصا لوجهه موجبا للفوز لديه فإنه حسبنا ونعم الوكيل. ഇദ്ദേഹം ഈ ഷറഹ് ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ടാണ് നമ്മൾ കിതാബുകളെല്ലാം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്ക്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹുബ്ബോടുകൂടി പുകഴ്ത്തുക എന്നുള്ളതാണ്. അസ്സനാഉ മഅൽ ഹുബ്, ഹുബ്ബോടുകൂടി പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. ഒരാൾ ഹുബ്ബില്ലാതെ പുകഴ്ത്തിയാൽ അതിന് കേവലം മദ്ഹ് എന്ന് പറയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ അൽഹംദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അങ്ങേയറ്റം ഹുബ്ബോടുകൂടി നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതാണ് അൽഹംദ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽ മലിക്കിൽ ജബ്ബാർ, അള്ളാഹു അൽ മലിക്കാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ആകാശഭൂമികളെയും അതിനിടയിലുള്ളതും മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും അതിനെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന മലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല.
അതുപോലെ തന്നെ അൽ ജബ്ബാർ. അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് അർത്ഥങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അൽ ജബറൂത്ത്, ദുൽ ജബറൂത്ത്. ജബറൂത്ത് എന്ന് പറഞ്ഞാൽ വഹിയൽ അളമ, അങ്ങേയറ്റം മഹത്വമുള്ളവൻ എന്നാണ് അതിനർത്ഥം. 3 രൂപത്തിലുള്ള മാന ജബ്ബാർ എന്ന് പറയുന്ന വാക്കിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിലൊന്ന് അൽ അളമ, അങ്ങേയറ്റം മഹത്വമുള്ളവൻ എന്നാണ്. മറ്റൊന്ന് ജബറുൽ ഖസീർ, എന്തെങ്കിലും പരിക്കുകൾ വന്നവൻ, പ്രയാസങ്ങൾ വന്നവൻ, അത് പരിഹരിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ വന്നവന് പുറത്തു കൊടുക്കുന്നവനാണ്, അത് പരിഹരിച്ചു കൊടുക്കുന്നവനാണ്. വജ്ബുർനി, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമുക്ക് വന്നിട്ടുള്ള പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പരിഹരിച്ചു തരുന്നവൻ എന്നുള്ള അർത്ഥവും ഇതിനുണ്ട്. അതുപോലെ തന്നെ ജബ്ബാറിന് മറ്റൊരു അർത്ഥമാണ് അൽ ഉലൂ, ഉന്നതി എന്നുള്ള അർത്ഥം ഇതിനുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം മഹത്വമുള്ളവനും ഉന്നതിയുള്ളവനും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കുറവുകളുമെല്ലാം പരിഹരിച്ചു തരുന്നവനുമാണ്. അതാണ് അൽ ജബ്ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകനായവൻ. അല്ലദീ ലാ യുശ്രികുഹു അഹദുൻ, ഒന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പങ്കുകാരനായി മറ്റാരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തുകളിലും അവന്റെ അധികാരത്തിലും എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവനിൽ ഒന്നിനും ഒരാൾക്കും പങ്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾക്കും പങ്കില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മിസ്ലായി അവനെ പോലെയുള്ള ആരും തന്നെ ഇല്ല. അൽ വാഹിദാണ്. അതുപോലെ തന്നെ അൽ ഖഹാർ, അൽ ഖഹാർ എന്ന് പറഞ്ഞാൽ ദുൽ ഖഹർ അല്ലദീ ലാ യഗ്ലിബുഹു അഹദുൻ, അല്ലാഹുവെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. എല്ലാത്തിന്റെയും ആധിപത്യം, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഹുവ ഖാഹിറുൻ ലികുല്ലി ഷൈ, എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്, അവന്റെ അധികാര പരിധിയിൽ മാത്രമാണ്. ആർക്കും അവനെ മുൻകടക്കാൻ അത് സാധിക്കുകയില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കിതാബുകൾ കാണുന്നത് പോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. പലപ്പോഴും നമ്മൾ ഷർഹ് കേട്ടിട്ടുള്ളതാണ്. ഷഹാദത്തും എന്ന് പറഞ്ഞാൽ, അഷ്ഹദു എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറയുന്നതല്ല. നാവ് കൊണ്ട് പറയുന്നതിന് ഒരിക്കലും ഷഹാദത്ത് എന്ന് പറയുകയില്ല. ഒരാൾ മനസ്സിൽ ഇൽമില്ലാതെ, പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഇൽമില്ലാതെ, അതിനെക്കുറിച്ചൊരു യഖീനില്ലാതെ ഒരാൾ കേവലം നാവ് കൊണ്ട് അഷ്ഹദു എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ അത് ഷഹാദത്തായി പരിഗണിക്കുകയില്ല. അവൻ ഷഹാദത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ പോലും, കാരണം അത് മുനാഫിക്കുകൾ ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുഹു വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകൾ നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്നക ലറസൂലുഹു, അവർ ഷഹാദത്ത് ചെയ്യും താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നഹും ലകാദിബൂൻ, അവർ കളവ് പറയുന്നവരാണ്. കാരണം നിഫാഖ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലില്ല. അതുകൊണ്ട് ഷഹാദത്ത് ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെല്ലാം ഹദീസിൽ കണ്ടാൽ അതിന്റെ അർത്ഥം ഇൽമോടുകൂടി അതിന്റെ യഖീനോടുകൂടി ഒരാൾ നാവ് കൊണ്ട് പറയുകയും അതനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അവന് ഇൽമോടുകൂടി യഖീനോടുകൂടി പറയണം. അതുപോലെ തന്നെ അത് നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാൻ സാധിക്കുന്നവൻ നാവ് കൊണ്ട് പറയണം. അതുപോലെ തന്നെ അത് അവന്റെ അമൽ കൊണ്ട് സാക്ഷാത്കരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഷഹാദത്ത്. അഷ്ഹദു എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. കാഫിറുകളായ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നാവ് കൊണ്ട് കേവലം ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ ദുനിയാവിൽ അഹ്കാമു ദുനിയയിൽ അവർക്ക് രക്ഷപ്പെടാം. ഒരു കാഫിറായ വ്യക്തി അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ദുനിയാവിൽ അവനെ മുസ്ലിമായിട്ടേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അവന്റെ ഉള്ളിൽ പരിശോധിക്കാൻ സാധിക്കുകയില്ല. അവനുമായിട്ടുള്ള മുആമലാത്തിൽ അവൻ നമ്മൾ മുസ്ലിമീങ്ങളായിട്ടാണ് പരിഗണിക്കുക. കാരണം അവൻ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്, അവന്റെ ഹൃദയത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ കാഫിറുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മുനാഫിക്കുകളായ ആളുകൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു കാഫിർ അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ആഗ്രഹവും ഒക്കെ ഉണ്ട്, പക്ഷെ നാവ് കൊണ്ട് പറയുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവിൽ കാഫിറായിട്ട് മാത്രമേ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ കാഫിറാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതാണ്, ഇസ്ലാമിനെ അംഗീകരിക്കുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയാൻ ഒരുങ്ങുന്നില്ല എങ്കിൽ അവന്റെ അഹ്കാമു ദുനിയയിൽ അവൻ കാഫിറാണ്. അവൻ നമ്മൾ മുസ്ലിമായി പരിഗണിക്കുകയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് അവന്റെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും, അവന്റെ ഖൽബിൽ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവാണ് അവന്റെ കാര്യം തീരുമാനിക്കുക. നമ്മൾ നഹ്നു നഹ്കുമു ബിൽളവാഹിർ, എന്താണോ ബാഹ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. ബാഹ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമാണ്, അവൻ പറഞ്ഞിട്ടില്ലേ അവൻ കാഫിറാണ്, ഇതാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അഷ്ഹദു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൽമോടുകൂടി യഖീനോടുകൂടി നാവ് കൊണ്ട് പറയുകയും അമലുകൾ കൊണ്ട് അത് തഹ്ഖീഖ് ചെയ്യുകയും ചെയ്യുക, സാക്ഷാത്കരിക്കുക എന്നതാണ് അഷ്ഹദു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾ ഷഹാദത്ത് ചെയ്യുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് നമ്മൾ സാക്ഷാത്കരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾ പലപ്പോഴും എല്ലാ ദർസുകളിലും കേൾക്കുന്നതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നാണ് അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ എന്ന വാക്ക് അവിടെ നിർബന്ധമാണ്. കാരണം അല്ലാഹു അല്ലാതെ ആരാധനില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എതിരായി പോകും. അല്ലാഹു അല്ലാതെ ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അവർ ഹക്കായിട്ടുള്ള ആരാധ്യന്മാരല്ല. അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, സാലിഹ്യങ്ങളായ വ്യക്തികൾ പോലും ആരാധിക്കപ്പെടുന്നുണ്ട്, നബിമാർ ആരാധിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ ധാരാളം ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതെല്ലാം ബാത്തിലായതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഹക്കായിട്ടുള്ളവൻ, അവന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായി, നമുക്ക് മലയാളത്തിൽ പറയും ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കലാണ്. വഹ്ദഹു ലാ ശരീക ലഹ്, എന്താണ് ഈ വഹ്ദഹു ലാ ശരീക ലഹ് എന്നതിന്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും ദിക്റുകളിലെല്ലാം ചൊല്ലുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ഈ വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലിമത്തു തൗഹീദിന് ഒന്നുകൂടി ഉറപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് റുക്ൻ, അതിന്റെ രണ്ട് റുക്നുകളാണ്. ഒന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. ലാ ഇലാഹ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ഇലാഹുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഒന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. അതിനോടൊപ്പം നമ്മൾ വഹ്ദഹു എന്ന് പറയുമ്പോൾ അല്ലാഹു മാത്രമാണ്, അഥവാ ഇസ്ബാത്തിനെ നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ബാത്തായിട്ടുള്ള റുക്കിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ലാ ശരീക ലഹ് എന്ന് പറയുമ്പോൾ നഫി ആയിട്ടുള്ള റുക്കിനെ, ലാ ഇലാഹ എന്ന് നമ്മൾ പറഞ്ഞ റുക്കിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ മാത്രമാണ്, അവൻ യാതൊരു പങ്കുകാരനും ഇല്ല. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, വളരെ വ്യക്തമായ അർത്ഥങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെയും അതിനിടയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ അസീസുൽ ഗഫാർ, അല്ലാഹു അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലിയാണ്. ദുൽ ഇസ്സ, ഇസ്സത്തുള്ളവനാണ്. വലില്ലാഹിൽ ഇസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇസ്സത്തുള്ളത്, മുഴുവൻ പ്രതാപവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതുപോലെ തന്നെ അവൻ അൽ ഗഫാറാണ്, പാപങ്ങൾ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പുകഴ്ത്തുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിക്കുന്ന സമയത്ത്. വസല്ലല്ലാഹു അലാ അന്നബിയിൽ മുസ്തഫ അൽ മുഖ്താർ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അന്നബിയിൽ മുസ്തഫ, മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട, സഫു എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ പൂർണ്ണതയും അങ്ങേയറ്റം ശുദ്ധിയുള്ളതുമാണ് അസ്സഫു എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഹിറായിട്ടുള്ള, ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഹൃദയമുള്ള ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ അടിമകളിൽ നിന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അൽ മുഖ്താർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ ആലിഹി വസഹ്ബിഹി അൽ അത്ഹാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പിൻപറ്റുന്ന അത്ബാഉകൾക്കും അവിടുന്ന് സലാത്ത് ചൊല്ലുകയാണ്. അമ്മാ ബഅദു, ശേഷം കിതാബ് ആരംഭിക്കുന്നു. ഫഇന്ന ബഅദ ഇഖ്വാനി, ഇദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് ഈ കിതാബ് രചിക്കാനുണ്ടായ കാരണമാണ്. ഫഇന്ന ബഅദ ഇഖ്വാനി സഅലനി ഇഖ്തിസാറ ജുംലത്തിൻ ഫി അഹാദീസിൽ അഹ്കാം, എൻ്റെ ചില കൂട്ടുകാർ, എൻ്റെ ചില സഹോദരങ്ങൾ അഹാദീസുൽ അഹ്കാമിൽ അഥവാ ഫിഖ്ഹിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹദീസുകൾ, അതിൻ്റെ ഒരു ഇഖ്തിസാർ, അതിൻ്റെ ഒരു ചുരുക്കം, അഥവാ എല്ലാ ഹദീസുകളുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്തസറായിട്ടുള്ളത് എഴുതി തരണം എന്നവരാവശ്യപ്പെട്ടു. മിമ്മത്തഫഖ അലൈഹി അൽ ഇമാമാൻ അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ബുഖാരി വ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ ഖുശൈരി അൻ-നൈസാബൂരി, അഥവാ ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഹദീസുകൾ
എഴുതി തരണം എന്നാവശ്യപ്പെടുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു ചോദ്യം എത്ര ബറക്കത്തുള്ള ചോദ്യമായി തീരുകയാണ്. ചില ആളുകളുടെ ചോദ്യങ്ങൾ പോലും ബറക്കത്തുള്ളതായി മാറുകയാണ്. അവർ പറയുന്ന സംസാരങ്ങൾ എല്ലാം ബറക്കത്താണ്. അവർ സംസാരിച്ചാൽ അതിൽ ബറക്കത്തുണ്ടാവും. ഇവിടെ ഈ ആളുകൾ ചോദിച്ച ആളുകൾ ആരാണെന്ന് നമുക്കറിയുകയില്ല. പക്ഷേ അവർ ആ ചോദിച്ചതിന്റെ ഫലമായി അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഒരു വലിയ കിതാബ് രചിക്കപ്പെടുകയാണ്. ഇന്നും മുസ്ലിം ലോകം ആ കിതാബ് അനുസരിച്ച് പഠിക്കുന്നു, അതനുസരിച്ച് അമല് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഖൈർ ഉണ്ടാകാൻ ഒരു കാരണമായിട്ടുള്ളത് ഇയാളുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇഖ്ലാസോടുകൂടി നല്ല ബറക്കത്തോടു കൂടിയുള്ള ഒരു ചോദ്യം, അത് എത്രമാത്രമാണ് സമൂഹത്തിൽ അതിന് സ്വാധീനമുണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് അള്ളാഹു ബറക്കത്ത് നൽകിയാൽ അത് എല്ലായിടത്തും പ്രചരിക്കും. ആളുകൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. ഇവിടെ ചോദിച്ച ആൾ ആരാണ് എന്ന് പോലും അറിയില്ല, എന്റെ ചില സഹോദരങ്ങൾ. പക്ഷെ അവരുടെ ആ ഒരു ചോദ്യം അത് വലിയ ബറക്കത്തുള്ളൊരു ചോദ്യമായി തീർന്നിരിക്കുകയാണ്. അതിന്റെ ഫലമായി അദ്ദേഹം ഈ കിതാബ് രചിച്ചു. അതുപോലെ ധാരാളം അഖീദയുടെയും അതുപോലെ മറ്റും ധാരാളം കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില ആളുകൾ ആവശ്യപ്പെട്ടു അഖീദയുടെ വിഷയത്തിൽ ഒരു കിതാബ് എഴുതി തരണം, ഒരു റിസാല എഴുതി തരണം. അങ്ങനെ എത്ര എത്ര മഹത്തരമായ ഗ്രന്ഥങ്ങളാണ് പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഇത്തരത്തിലുള്ള ആവശ്യപ്പെടലും ചോദ്യങ്ങളും ഒരുപാട് ഖൈറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഖൈറിന് നമ്മൾ കാരണക്കാരെങ്കിലും ആകുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്കൊരു പക്ഷേ ഖൈറുകളിൽ അതെത്തിക്കാൻ നമുക്ക് അതിനുള്ള കഴിവ് നമുക്കുണ്ടാകുകയില്ല. പക്ഷെ അതിനൊരു കാരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ വലിയ ഖൈറുണ്ട്. ഈ ആളുകൾക്ക്, ഈ ചോദ്യം ചോദിച്ച ആളുകൾക്ക് ഒരു പക്ഷേ ഇതുകൊണ്ട് എന്തെല്ലാം ഖൈറുകൾ ഇപ്പോഴും അവരുടെ ഖബറുകളിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. കാരണം ഈ ആളുകൾ ഇംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബ് അത് വായിക്കുന്നു, പഠിക്കുന്നു, അത് പ്രിന്റ് ചെയ്യുന്നു, അങ്ങനെ ലോകത്തിന്റെ പല സ്ഥലത്തും എത്തുന്നു. ഈ കിതാബ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എഴുതാനുണ്ടായ കാരണം ചില സഹോദരങ്ങളുടെ ചോദ്യമാണ്. അത് വലിയ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചോദ്യത്തിൽ കൊടുത്തു. അദ്ദേഹം അവസാനം ദുആ ചെയ്യുകയാണ്, വഅസ്അലുല്ലാഹ അൻ യൻഫഅനാ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഒരു കിതാബ് കൊണ്ട് ഉപകാരമുണ്ടാകാൻ ഞാൻ ദുആ ചെയ്യുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു ഇത് അല്ലാഹു സ്വീകരിച്ചതുപോലെയാണ്. കാരണം വലിയൊരു ഉപകാരമാണ് ആളുകൾക്കുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലശേഷം പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ധാരാളക്കണക്കിന് ആളുകളും സാധാരണ പൊതുജനങ്ങളും എല്ലാം തന്നെ ഈ കിതാബിന് കൊടുത്ത പരിഗണന വളരെയധികം വലുതാണ്. ഈ കിതാബ് ധാരാളക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചിട്ടുണ്ടാകാം എന്നാണ് ഈ ഒരു ദുആക്ക് പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹം ദുആ ചെയ്യുന്നത് അയ്യൻഫഅനാ ബിഹി വമൻ കതബഹു. ആരാണ് ഈ കിതാബ് എഴുതുന്നത്? അത് ഈ കിതാബ് പകർത്തി എഴുതലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പകർത്തി എഴുതലാണ്. അപ്പൊ ഈ കിതാബ് ഇതാരൊക്കെ പകർത്തി എഴുതുന്നു? ഔ സമിഅഹു, ആരാണോ ഈ കിതാബ് കേൾക്കുന്നത്, ഈ ഹദീസ് വായിക്കുന്ന കേൾക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ദുആ ചെയ്യുന്നു. ഔ ഖറഅഹു, അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്കും അദ്ദേഹം ദുആ ചെയ്യുന്നു. ഔ ഹഫളഹു, ഇത് ഹിഫ്ളാക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ദുആ ചെയ്യുന്നു. ഔ നളറ ഫീ, ഇതിൽ നോക്കുന്ന ആളുകൾക്ക് പോലും അദ്ദേഹം ദുആ ചെയ്യുന്നു. അദ്ദേഹം നോക്കണം സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് അത് എത്ര ഹുബ്ബാണ് അദ്ദേഹത്തിനുള്ളത്. കേവലം ഈ കിതാബ് നോക്കുന്ന ആളുകൾക്ക് പോലും റബ്ബേ നീ ഉപകാരം ചെയ്യണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. വഅയ്യജ്അലഹു ഖാലിസൻ ലിവജ്ഹി, വലിയ ദുആയാണ്. അഥവാ ഇഖ്ലാസോടുകൂടി എനിക്കിത് ദുആ ചെയ്യാൻ സാധിക്കണം. അങ്ങേയറ്റം വലിയ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഏതൊരു കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്രയെല്ലാം വലിയ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി, പക്ഷെ അതിൽ ഇഖ്ലാസ് ഇല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അതിന് നമുക്ക് ശിക്ഷയായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് അദ്ദേഹം ആ ഇഖ്ലാസിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. വഅയ്യജ്അലഹു ഖാലിസൻ ലിവജ്ഹിഹി അൽ കരീം, നിന്റെ ആദരണീയമായ മുഖം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം അത് കാണുന്നതിനു വേണ്ടി, അത് ലഭിക്കുന്നതിനു വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായി ഇതിനെ മാറ്റണമേ. മൂജിബൻ ലിൽ ഫൗസി ലദൈഹി ഫി ജന്നാത്തിൻ നഈം, അല്ലാഹുവിന്റെ അടുക്കൽ വളരെ നഈമായ സുഖാനുഭൂതിയുടെ സ്വർഗം അത് നിർബന്ധമാക്കുന്ന ഒരു പ്രവർത്തനമാക്കി ഇതിനെ മാറ്റണമേ. ഫഇന്നഹു ഹസ്ബുന വനിഅമൽ വക്കീൽ, തീർച്ചയായും അല്ലാഹു നമുക്ക് മതിയായവനാണ്. കാര്യങ്ങൾ ബരമേൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മതിയായവനാണ് എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. നമുക്കെല്ലാ ഖൈറുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മിലുള്ള ഷർറുകൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയുമെല്ലാം ചെയ്യേണ്ട ദുആകളിൽപ്പെട്ടതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങൾക്കെതിരെ ആളുകൾ തിരിയുന്ന സമയത്ത് അവർ ദുആ ചെയ്യുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദുആയാണ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവരെല്ലാം നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മതിയായവനാണ്. കാര്യങ്ങൾ ബരമേൽപ്പിക്കാൻ അല്ലാഹു മതിയായവനാണ്
എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വക്കീൽ എന്നുള്ള ദുആ നമുക്ക് കാണാൻ സാധിക്കും. ഇതോടുകൂടി ഇദ്ദേഹം ഈ ഒരു ആമുഖം അത് അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഇദ്ദേഹം കിതാബിന്റെ ആരംഭത്തിലേക്ക് വരികയാണ്. അഥവാ ഓരോ അധ്യായമായി ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ആ കിതാബുകൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അബ്ദുൽ ഗനി അൽ മഖ്ദസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചെറിയ രൂപത്തിൽ ഒരു ചരിത്രം, അതുപോലെ ഉംദത്തുൽ അഹ്കാം അത് തിരഞ്ഞെടുക്കാൻ പണ്ഡിതന്മാർ കാരണമാക്കിയിട്ടുള്ളതിന്റെ പ്രത്യേകതകൾ, അതുപോലെ ഇതിന്റെ ഒരു ആമുഖത്തിൽ നമ്മൾ ചെറിയ രൂപത്തിൽ അത് വിശദീകരിക്കേണ്ടായി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ അതിന്റെ ഒന്നാമത്തെ അധ്യായം കിതാബു ത്വഹാറ നമുക്ക് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ഇത് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.